ഹായ് ക്രിയേറ്റേഴ്സ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച ആളുകളുണ്ടായിരിക്കും. അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം അത്രമേൽ നമ്മൾ അവരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ അടുത്തുനിന്നൊരു നെഗറ്റീവ് കാര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച ഒരു അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് വ്യൂസ് കൂടും, വാച്ച് ടൈം കൂടും എന്ന് കരുതിയിരുന്ന സ്ഥാനത്ത് ആ ഒരു അപ്ഡേറ്റ് കാരണം നമ്മുടെ വ്യൂസ് കുറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭയങ്കര നിരാശായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഓട്ടോ ഡബിങ് എന്നുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഈ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മളൊക്കെ സന്തോഷിച്ചു. കാരണം വ്യത്യസ്ത ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ളവർ വ്യത്യസ്ത ലാംഗ്വേജിൽ നമ്മളെ വീഡിയോ കാണുന്നു, നമ്മുടെ വ്യൂസ് കൂടുന്നു, നമ്മുടെ ചാനൽ വളർന്ന് എന്താ പറയാ പന്തലിക്കുന്നു എന്നൊക്കെ നമ്മൾ സ്വപ്നം കണ്ടു. പക്ഷെ ആക്ച്വലി സംഭവിച്ചത് എന്താണ്? ഈ ഒരു ഓട്ടോ ഡബിങ് എനേബിൾ ചെയ്തവർക്ക് അവര് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് വ്യൂസ് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് വ്യൂസ് വന്നിരുന്ന ആളുകൾക്ക് ആ വ്യൂസ് പോലും വരാതായി. ഇത് അവര് നമ്മളെ വീഡിയോ ചെയ്യുന്നു, പബ്ലിക് ആക്കുന്നു, നോട്ടിഫിക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് പ്ലേ ആകുന്നത്. അവർ ഇംഗ്ലീഷിൽ ഇപ്പൊ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഓഡിയൻസ് അത് ഇംഗ്ലീഷിൽ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോവാണ്. സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് പോകുന്നില്ല. പ്രൈമറി ഓഡിയൻസ് കാണാത്തത് കൊണ്ട് അത് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഒരുപാട് ക്രിയേറ്റേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെ ഓഫ് ചെയ്യാം, ഞങ്ങൾക്ക് ഉള്ള വ്യൂസ് മതി, ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുള്ള എന്താണ് പോസിറ്റീവ് കാര്യമൊന്നും വേണ്ട, അത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി, ഞാൻ അത് എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കൂ, നമ്മൾ അത്രമേൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു അപ്ഡേറ്റ് ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്കൊരു റിസൾട്ട് കിട്ടിയത് അല്ലെങ്കിൽ തന്നത്. ഇനി ഇതേപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മൾട്ടി ഓഡിയോ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരിലേക്കും അത് എത്തി തുടങ്ങുകയാണ്. അതായത് നമുക്ക് തന്നെ ഒരു ഫയല് അപ്ലോഡ് ചെയ്യാം. നമ്മൾ വീഡിയോ ഇപ്പം ഞാൻ മലയാളത്തിലാണ് ചെയ്യുന്നത്, അത് നമുക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തമിഴിലേക്ക് ഡബ് ചെയ്തിട്ട് നമുക്ക് തന്നെ വോയിസ് ആഡ് ചെയ്ത് കൊടുക്കാം വ്യത്യസ്ത ലാംഗ്വേജുകളിൽ. അപ്പം മൾട്ടി ഓഡിയോ ആ ഒരു ട്രാക്ക് നമ്മുടെ ഓഡിയൻസിന് ചേഞ്ച് ചെയ്ത് കാണാൻ പറ്റും. ഇതേ ഓപ്ഷൻ ഓട്ടോ ഡബിങ്ങിലും ഉണ്ടായിരുന്നു. നമ്മളെ വീഡിയോ നമ്മൾ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷിലാണ് കാണുന്നതെങ്കിൽ ആ ഇംഗ്ലീഷിൽ കാണുന്ന ആൾക്ക് പോയിട്ട് മലയാളത്തിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒരു വ്യൂവർ എങ്ങനെ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്, ഓട്ടോ ഡബിങ് ചെയ്തവരൊക്കെ ആ ഒരു വീഡിയോ ഇംഗ്ലീഷിൽ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോവാണ്. അവര് സെറ്റിങ്സ് ഒക്കെ എടുത്ത് ഓഡിയോ ട്രാക്ക് പോയിട്ട് മാറ്റാനുള്ള ഒരു ക്ഷമ, ഒന്നുകിൽ അവർക്ക് അത് അറിവില്ലായിരിക്കും, സാധാരണക്കാരായിട്ടുള്ള വ്യൂവേഴ്സ് ആയിരിക്കും. ഇനി അതുണ്ടെങ്കിൽ തന്നെ പോയിട്ട് അങ്ങനെ മാറ്റാൻ അത്രയും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ, അങ്ങനത്തെ ഒരു ഓഡിയൻസ് ആണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് അടുത്ത ഓപ്ഷൻ അവർക്കുണ്ട്, അവർ നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകും. അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് ഓഫ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ചില അപ്ഡേറ്റുകൾ നമുക്ക് വന്നു കഴിഞ്ഞ് എന്താ പറയാ നമ്മൾ എനേബിൾ ആക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ മൾട്ടി ലാംഗ്വേജ് ഓഡിയോ വരുമ്പോഴും അല്ലെങ്കിൽ ഓട്ടോ ഡബിങ് വരുമ്പോഴൊക്കെ നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ നിങ്ങൾ അങ്ങനെ നോക്കണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ഞാനിത് പറയാൻ കാരണം, ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അത്രയും ഡിമാൻഡ് വ്യത്യസ്ത കൺട്രികളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് നമ്മുടെ വീഡിയോക്ക് വിവർ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഒരു വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ഒരു ക്രിയേറ്റേഴ്സിന് ഇത് അത്ര യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ഈ ഒരു ട്രാക്കൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഓട്ടോ ഡബിങ് ഒക്കെ ഓൺ ചെയ്യുമ്പോൾ സംഭവിച്ച പോലെ തന്നെ സംഭവിക്കാം. അപ്പൊ എന്തായാലും അത് വരട്ടെ, വന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ, അത് ആളുകളെ എങ്ങനെ യൂസ്ഫുൾ ആകുന്നൊക്കെ നോക്കി നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാം. അപ്പൊ എന്തായാലും മൂവിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ തെലുങ്കിൽ ഒരു മൂവി കാണുന്നു, അപ്പൊ നമുക്കത് മലയാളത്തിൽ ലഭ്യമല്ല, അപ്പൊ നമുക്ക് ആ ട്രാക്ക് പോയിട്ട് ഡബ് ചെയ്തിട്ട് മലയാളത്തിൽ കാണാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. പക്ഷെ ഓട്ടോ ഡബിങ്ങിന്റെ കാര്യം അത് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ഇടുക. ഇപ്പൊ എന്നോട് സംസാരിച്ചവരുടെ ഒരു ഫീഡ്ബാക്ക് ആണ് ഞാൻ പറഞ്ഞത്. ഇനി സംസാരിക്കാത്ത ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. ഞാനിതിവിടെ പറയാൻ കാരണം, ഓട്ടോ ഡബിങ്ങിന് ശേഷം മൾട്ടി ലാംഗ്വേജ് ഓഡിയോ ട്രാക്കും കൂടി എല്ലാവരിലേക്കും എത്തുകയാണ്. അപ്പോൾ ഒരു അമിത പ്രതീക്ഷ നിങ്ങൾ വെക്കണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇത് നിങ്ങളുടെ ചാനലിനെ എങ്ങനെ എഫക്ട് ചെയ്യുമെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് പറയുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.